മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കുള്ള കോൺഗ്രസിന്റെ ഭവന നിർമ്മാണ പദ്ധതിക്കായി ഈ മാസം 28-ന് തറക്കല്ലിടുമെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്ന് ടി സിദ്ദിഖ് MLA. 28-ാം തീയതി തറക്കല്ലിടാനാണ് തന്റെ ആഗ്രഹം എന്നാണ് പറഞ്ഞത്. CPIM സൈബർ ഹാൻഡിലുകൾ തന്റെ പ്രതികരണം വെട്ടിമാറ്റി പ്രചരിപ്പിച്ചു. തറക്കല്ലിടൽ ജനുവരി 10-നകം നടക്കുമെന്നും ടി സിദ്ദിഖ്. ഈ മാസം രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാകും. ഈ മാസം തന്നെ കോൺഗ്രസ് ഭവന പദ്ധതിയുടെ തുടക്കം കുറിക്കും. സ്ഥലം ഞങ്ങൾ കണ്ടെത്തി, സ്ഥലത്തിന്റെ അഡ്വാൻസ് കൊടുത്തു. ഞങ്ങൾ അതിന്റെ ലീഗലായിട്ടുള്ള എല്ലാ ഫോർമാലിറ്റീസും ഞങ്ങൾ പൂർത്തീകരിച്ചു. ഞങ്ങൾ അതിന്റെ നടപടികൾ, അതിന്റെ കോണ്ടൂർ മാപ്പിംഗ് പൂർത്തീകരിച്ച് അതിന്റെ ഡിസൈനിങ്ങിന് വേണ്ടി ഒരു വലിയ ടീമിനെ ഏൽപ്പിച്ച് നിർമ്മാണത്തിനുള്ള ഏജൻസിയുമായിട്ടുള്ള ഇന്ററാക്ഷൻ ഫൈനൽ സ്റ്റേജിലാണ്. കോൺഗ്രസ് പറഞ്ഞതായിരിക്കുന്ന ഭവന പദ്ധതി നിർമ്മാണത്തിൽ നിന്ന് ഒരു ഇഞ്ച് കോൺഗ്രസ് പുറകോട്ട് പോയില്ല. ഞാൻ പറഞ്ഞത് 28-ാം തീയതി കോൺഗ്രസ് ജന്മദിനത്തിൽ ഇതിന്റെ തറക്കല്ലിടണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ കാര്യം. CPM-ന്റെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഇട്ടിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റിലും സമീപനത്തിലും 28-ാം തീയതി നിർമ്മാണം നടക്കണ ബാക്കി നടുകെട്ടി. പക്ഷെ അവിടെയും ഞങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഞങ്ങൾ പുറകോട്ട് പോകുന്നില്ല. ഞങ്ങൾ പറഞ്ഞ വാക്ക് ദുരന്തബാധിതരോട് പാലിക്കുക എന്നുള്ളതാണ്. അത് ഈ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ, ഞാനിപ്പോൾ അതിൽ പറഞ്ഞൊരു 10 ദിവസത്തിനകം ഇൻ ഡീറ്റെയിൽ പത്രസമ്മേളനം അത് നിർവഹിക്കപ്പെട്ടതിന് ശേഷം നടത്തും എന്നുള്ളത് പറഞ്ഞു. ഷഹദ് റഹ്മാനാണ് ചേരുന്നത് വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായി. ഷഹദ്, ഇതിപ്പോ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? MLA പറഞ്ഞതുപോലെ ടി സിദ്ദിഖ് MLA ഇതിനു മുൻപ് വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ അദ്ദേഹം ആഗ്രഹം എന്ന് തന്നെയായിരുന്നു ആ ഘട്ടത്തിൽ പറഞ്ഞത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അന്നത്തെ ദൃശ്യങ്ങളിലൊക്കെ അത് വളരെ വ്യക്തവുമാണ്. കാരണം 28-ാം തീയതി ഇത് നടത്താനാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. എന്നാൽ പിന്നീട് ഇന്നലെ ആയിരുന്നു 28-ാം തീയതി. ഇന്നലെ ഈ തറക്കല്ലിടൽ കർമ്മം നടന്നില്ല. മാത്രമല്ല, സ്ഥലം കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട് ചില സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ കണ്ടെത്തിയ സ്ഥലം അത് ഒഴിവാക്കുകയും പിന്നീട് പുതിയ സ്ഥലം കണ്ടെത്തുകയുമായിരുന്നു. അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നു. ജനുവരി 10-ാം തീയതിക്കുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട് നടപടിക്രമങ്ങൾ പൂർത്തിയായി തറക്കല്ലിടൽ കർമ്മം നടക്കും എന്നുള്ളതാണ് ടി സിദ്ദിഖ് MLA പറയുന്നത്. എന്നാൽ ഇത് വയനാട്ടിൽ ഇടതുപക്ഷം വലിയ രീതിയിൽ പ്രചാരണ ആയുധമാക്കാൻ ശ്രമിക്കുമ്പോഴും ടി സിദ്ദിഖ് ഇതിന്റെ പഴയ ദൃശ്യങ്ങളും അതുപോലെ തന്നെ മാധ്യമങ്ങളിൽ വന്ന വാർത്തയും ഒക്കെ ചൂണ്ടിക്കാണിച്ചാണ് ഇതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത്. ഇന്ന് IC ബാലകൃഷ്ണൻ MLA-യും ഒപ്പം തന്നെ ടി സിദ്ദിഖ് MLA-യുമായിരുന്നു വാർത്താ സമ്മേളനം നടത്തിയിട്ടുണ്ടായിരുന്നത്. CPM ഉന്നയിക്കുന്ന ആരോപണങ്ങളൊക്കെ തന്നെ ഇന്ന് സിദ്ദിഖ് MLA തള്ളുകയാണ്. മാത്രമല്ല, CPM-നെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം മുസ്ലിം ലീഗ് ഇതിനു മുൻപ് സ്ഥലം കണ്ടെത്തുകയും നിർമ്മാണം ആരംഭിക്കാൻ പോകുന്ന സമയത്ത് CPM ഏതൊക്കെ തരത്തിലാണ്, അല്ലെങ്കിൽ സർക്കാർ ഏതൊക്കെ തരത്തിലാണ് അതിന് തുരങ്കം വെക്കാൻ ശ്രമിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ടി സിദ്ദിഖ് MLA ഈ 10-ാം തീയതി ഈ പദ്ധതി ആരംഭിക്കുമെന്ന് പറയുമ്പോഴും തറക്കല്ലിടണം എന്ന തന്റെ ആഗ്രഹ പ്രകടനം, അത് ആഗ്രഹം പ്രകടിപ്പിച്ചതേ ഉള്ളൂ. അതാണ് ഇപ്പോൾ തെറ്റായി പ്രചരിപ്പിക്കുന്നത്. ജനുവരി 10-നകം തറക്കല്ലിടൽ നടക്കുമെന്നാണ് MLA പറഞ്ഞത്. ഷഹദ് റഹ്മാനാണ് കൂടുതൽ വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.